ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. സോ നമ്മൾ ടൈപ്പിസ്റ്റ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം 2026 എന്ന് പറയുന്നത് അവസരങ്ങളുടെ വർഷമാണ്. ഇപ്പോൾ ഈ വർഷം അവസാനം നമുക്ക് LD ടൈപ്പിസ്റ്റിന്റെ എക്സാം വരുന്നുണ്ട്. നവംബർ ഡിസംബർ ആ ഒരു ടൈം ആകുമ്പോഴേക്കും LD ടൈപ്പിസ്റ്റിന്റെ എക്സാം ഉണ്ട്. അതിനോടൊപ്പം തന്നെ കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് ഉണ്ടായിരിക്കും, മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്കുള്ള ടൈപ്പിസ്റ്റ് എക്സാമും ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് 2-3 മാസങ്ങൾക്ക് മുമ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നത്. വേക്കൻസി കുറവാണെങ്കിൽ പോലും ഉദ്യോഗാർത്ഥികൾ എല്ലാവരും അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാമാണ്. യോഗ്യതയുടെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഒക്കെ ചെയ്തതാണ്. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ വന്ന ഒരു ലോട്ടറി പോലെയുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു യൂണിവേഴ്സിറ്റികളിലെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല നിയമനങ്ങൾ നടക്കുന്ന ഒരു ഏരിയ ആണത്. അത് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അടുത്ത കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുകയാണ്. PSCയുടെ യോഗ തീരുമാനത്തിന്റെ കുറിപ്പ് കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. അതിൽ പറയുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, അതേപോലെ നിയമസഭ, നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നൊക്കെ പറയുന്നില്ല, അസിസ്റ്റന്റ് ഓഡിറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്ന ഒരു പരീക്ഷയില്ലേ, അതേപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള സെക്രട്ടേറിയറ്റും AG ഓഫീസും നിയമസഭയും അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഈ ഒരു മാസം അവസാനമായിട്ട് വരാൻ പോവുകയാണ്. PSCയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ദിവസം വന്നത്. സോ ടൈപ്പിസ്റ്റ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം ചാകരയുടെ ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റുകൾ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, PSCയിലേക്കുള്ളത് പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, നമ്മുടെ എറണാകുളത്തെ കാക്കനാടുള്ള AG ഓഫീസ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജസ് ഓഫീസ്, വിജിലൻസ് ട്രിബ്യൂണൽ, കേരള ലോകായുക്ത, ഇത്രയധികം ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്ത് വരാനായിട്ട് പോവുകയാണ്? കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുകയാണ്. സാലറി നോക്കിക്കോ, 27,900 മുതൽ 63,700 വരെയാണ് ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷനിലേക്ക് നമ്മൾ 2 വീഡിയോ ചെയ്തതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞുകൊണ്ടുള്ള. നോക്കാം എന്താണ് പാസ് ഇൻ +2 ഓർ ഇറ്റ്സ് ഇക്വലന്റ്, അതോടൊപ്പം തന്നെ ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്. ഇവിടെയാണ് ഹയർ LD ടൈപ്പിസ്റ്റുമായിട്ടുള്ള വ്യത്യാസം. എന്തുണ്ട്? ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇതിന് വേണം. ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ഇതിന്റെ എല്ലാം ഈക്വലന്റ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഈ ഒരു വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് വെക്കാം. അതോടൊപ്പം തന്നെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ മലയാളത്തിലുള്ള ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റുമാണ് വേണ്ടത്. ഇനി സിലബസിലെ ഒരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. 100 മാർക്കിന്റെ OMR പരീക്ഷയായിരിക്കും വരാനായിട്ട് പോകുന്നത്. അതിൽ തന്നെ GK 10 മാർക്കാണ്. GK എന്ന് പറയുമ്പോൾ ഇന്ത്യനെ കുറിച്ചുള്ള ഫാക്ട്സും അതോടൊപ്പം തന്നെ കേരളത്തിനെ കുറിച്ചുള്ള ഫാക്ട്സ്, അവിടെ ചെറിയ രീതിയിൽ ഹിസ്റ്ററി ഉണ്ടായിരിക്കും, ചെറിയ രീതിയിൽ ജോഗ്രഫി ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ 10 മാർക്കാണ് ജനറൽ പേപ്പറിനുള്ളത്. പിന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിന് 40 മാർക്ക് ഉണ്ട്. അതായത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ തുടങ്ങി MS ഓഫീസ് എന്ന് പറയുമ്പോൾ MS വേർഡും MS പവർ പോയിന്റും MS എക്സലും ഒക്കെ ഉള്ള പാഠഭാഗങ്ങളായിരിക്കും ഉണ്ടാകുക. പിന്നെ ടൈപ്പ് റൈറ്റിംഗിന് എത്രയാണ്? 10 മാർക്കാണ് ടൈപ്പ് റൈറ്റിംഗിന് ഉണ്ടാകുക. പിന്നെ ഇംഗ്ലീഷ്, ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ PSC പരീക്ഷയുടെ ഇംഗ്ലീഷ് ഒക്കെ തന്നെയാണ്, പക്ഷെ കോമ്പിനേഷൻ പോലെയുള്ള എക്സ്ട്രാ പാർട്ടുകൾ ഉണ്ടായിരിക്കും. പിന്നെ മലയാളം ഉള്ളവർക്ക് മലയാളം, കന്നഡ, തമിഴ് അങ്ങനെയാണ്. അപ്പോൾ മലയാളത്തിന് അവിടെ 20 മാർക്കാണ് ഉള്ളത്. മൊത്തം 100 മാർക്കിന്റെ ഒരു OMR പരീക്ഷയായിരിക്കും. അപ്പോൾ ഈ ഒരു അടുത്ത് തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും. ഈ ഒരു മാസം അവസാനം തന്നെ നോട്ടിഫിക്കേഷൻ വരും. അതോടൊപ്പം തന്നെ അടുത്ത വർഷം ആദ്യം തന്നെ ഈ ഒരു എക്സാമും ഉണ്ടായിരിക്കും. സോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അതോടൊപ്പം തന്നെ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറും കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, വേരിയസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റിനോടൊപ്പം തന്നെ പുതിയ ബാച്ച് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ഒരു നമ്പർ കോൺടാക്ട് ചെയ്യുക. 8590202323 എന്നാണ് നമ്മുടെ നമ്പർ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ടൈപ്പിസ്റ്റ് എക്സാമുമായിട്ടുള്ള കൂടുതൽ അപ്ഡേഷൻസ് അറിയാനും, അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻസ് അറിയാനും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും പോളുകളും കറണ്ട് അഫയേഴ്സുകളൊക്കെ ലഭ്യമാകാനായിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിൽ, നമ്മുടെ ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. ഈ വീഡിയോ താഴെ കാണുന്ന ലിങ്ക് പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ നമ്മുടെ ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ കൂടി എല്ലാവരും ജോയിൻ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്